ഗസയിലെയും മധ്യ ഗസയിലെയും പ്രധാനമായും തെക്കൻ ഗസയിലെയും മധ്യ ഗസയിലെയും അഭയാർത്ഥി താവളങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 40 പേർ കൊല്ലപ്പെട്ടു. ഓരോ ദിവസവും പുറത്തുവരുന്നത് ഇത്തരം വാർത്തകളാണ്. ഈ വ്യോമ ആക്രമണവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട ഗസയിൽ കൂട്ടക്കുരുതി നടക്കുന്നു, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സത്യത്തിൽ ഇവിടെയെല്ലാം കുട്ടികളെയൊക്കെ തന്നെ മറയായി വെച്ചുകൊണ്ട് ഹമാസുകളുടെ മുതിർന്ന കുബുദ്ധികൾ ഇതിനകത്തുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതിന്റെയൊക്കെ തന്നെ നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിന്റെയും ഫലമായാണ് ആക്രമണങ്ങളും ഇസ്രായേൽ ശക്തമാക്കുന്നത്. പക്ഷെ അപ്പോഴും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രായേലിനെ താഴ്ത്തിക്കെട്ടാനുള്ള വാർത്തകൾ മറുവശത്ത് നിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗസയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ 9 പേർ മരിച്ചതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയാണ്. തെക്കൻ ഗസ നഗരമായ ഖാൻ യുനൂസിന് പുറത്ത് സുരക്ഷിത മേഖലയായ ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച പ്രദേശത്ത് കാറിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 17 പേർ മരിക്കുകയും 26 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ട് കൂടി പുറത്തുവരികയാണ്. ഗസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ആയിരക്കണക്കിന് പലസ്തീനുകാർ താമസിക്കുന്ന കൂടാരങ്ങൾ നിറഞ്ഞ മുവാസിയിലെ ഗ്യാസ് സ്റ്റേഷന് സമീപമാണ് ആക്രമണം ഉണ്ടായതെന്ന റിപ്പോർട്ടും വരുന്നു. ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രായേൽ എന്ന് തന്നെയാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. 60-ലേറെ പേരാണ് കഴിഞ്ഞ ദിവസം മാത്രം മരിച്ചുവെന്ന റിപ്പോർട്ടും വരുന്നു. വെടിനിർത്തൽ കരാറിൽ വ്യക്തത വരാൻ 2 ആഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് അമേരിക്കയോട് ഇസ്രായേൽ വ്യക്തമാക്കി. ഗസയിലെ ആസൂത്രിത നരഹത്യയുടെ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണ് എന്ന് ഹമാസും പറഞ്ഞു. അതേസമയം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ വൈകരുത് എന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ്. ഇന്നലെ രാത്രി 1 മണിക്കൂറിനിടെ നടന്ന 3 ആക്രമണങ്ങളിൽ 44 പേർ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു കൂടുതൽ ആക്രമണങ്ങളും. ഖാൻ യൂനൂസ്, ദേർ ബലാഹ്, ഷുജായിയ എന്നിവിടങ്ങളിലും നിരവധി ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. റഫയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നതായും ഹമാസ് സായുധ വിഭാഗം അൽ ഖസാം ബ്രിഗേഡ്സ് അറിയിച്ചു. ലക്ഷക്കണക്കിന് ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ എത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഗസയിലെ ആസ്ഥാനം ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർത്തു. യുനർവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഞെട്ടിക്കുന്നതും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ശക്തമായ ലംഘനമാണെന്നും ഏജൻസി തലവൻ ഫിലിപ്പ് ലാസറിൻ പറഞ്ഞു. യുനർവ നടത്തുന്ന ഗസയിലെ 70% സ്കൂളുകളും ഇസ്രായേൽ സേന തകർത്തു എന്നും ഗസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം 160 ഉയർന്നുവെന്ന റിപ്പോർട്ടുകളും വരികയാണ്. ദക്ഷിണ ലബനാന് നേർക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ നെതന്യാഹു ബൈഡൻ ചർച്ച നടക്കാനിരിക്കെ ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്ക നടപടി ഊർജിതമാക്കുകയാണ്. എന്തു വില കൊടുത്തും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി US സ്റ്റേറ്റ് വകുപ്പ് വ്യക്തമാക്കി. യുദ്ധാനന്തര ഗസയുടെ ഭാവിയെക്കുറിച്ച് ഗൗരവപൂർണമായ ചർച്ചകളിലാണ് ഇസ്രായേലും സ്റ്റേറ്റ് വകുപ്പ് ചൂണ്ടിക്കാട്ടി. എന്നാൽ വെടിനിർത്തലിൽ വ്യക്തതയ്ക്കായി 2 ആഴ്ച വേണ്ടിവരുമെന്ന് സുരക്ഷാ വിഭാഗം അമേരിക്കയെ അറിയിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഉടൻ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ടെൽ അവീവിലും ജെറുസലേമിലും ആയിരങ്ങൾ പ്രകടനം നടത്തി. നെതന്യാഹുവിനെ വെടിനിർത്തലിനെ പ്രേരിപ്പിക്കണമെന്ന ബന്ദികളുടെ ബന്ധുക്കളോട് പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് നിർദ്ദേശിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മധ്യ ഗസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളിന് നേരെയുണ്ടായ ബോംബ് ആക്രമണത്തിൽ 23 പേർ മരിച്ചു, 73 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പലരുടെയും നില അതീവ ഗുരുതരവുമാണ്. തെക്കൻ അതിർത്തി പ്രദേശമായ റഫയിലെ ജനവാസ മേഖലയിൽ ഉണ്ടായ വ്യോമാക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. ഖാൻ യൂനൂസിലുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ ഒരു വീട്ടിലെ 4 പേർ മരിച്ചു. ഇതിനിടെ യമനിലെ ഹൂതികൾ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ എണ്ണക്കപ്പൽ ഉൾപ്പെടെ 3 സമുദ്രയാനങ്ങളെ ആക്രമിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. ഖാൻ യൂനൂസിലെ ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയത് എന്ന് ഹൂതി വക്താവ് യാഹി സരി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചെങ്കടലിൽ എണ്ണക്കപ്പൽ ആക്രമിച്ചു എങ്കിൽ നാശനഷ്ടമില്ല. ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകാരുടെ എണ്ണം 38,717 ആവുകയായി. പരിക്കേറ്റവർ 89,166 പേരാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. എന്തായാലും തിങ്കളാഴ്ച അമേരിക്കയും ഇസ്രായേൽ നടത്തുന്ന ചർച്ച നിർണായകമാകും. 2 ആഴ്ചയെങ്കിലും വെടിനിർത്തൽ കരാറിന് വേണ്ടി വരുമെന്നാണ് നിലവിലെ റിപ്പോർട്ട്. വെടിനിർത്തൽ എത്രയും വേഗം വേണമെന്ന ആവശ്യവുമായി ജനവും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ച അതീവ നിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.